Hello everyone, we are moving to question number 12, where a thin plano convex lens made of glass of refractive index 1.5 immersed in a liquid of refractive index 1.2. So, ഒരു പ്ലേനോ കോൺവെക്സ് ലെൻസ് നമ്മളൊരു റിഫ്രാക്റ്റ് ഇൻഡെക്സ് 1.5 ഉള്ളത് നമ്മുടെ ഒരു ലിക്വിഡിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ലിക്വിഡ് -1 എന്നല്ല വരിക. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ചാപ്റ്റർ നമുക്ക് മനസ്സിലായ റേപ്റ്റിക്സ് ആണ്. എഗെയിൻ ലെൻസിൻ്റെ ഏരിയ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ, ലെൻസിൻ്റെ ഏരിയ എന്നാണ് ചോദ്യം. ബട്ട് ഇത് സിൽവറിങ് എന്നുള്ളൊരു പോയിന്റിലാണ് കിടക്കുന്നത്. സിൽവറിങ് റേപ്റ്റിക്സ് സിൽവറിങ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. When the plane side of the lens is silver coated for complete reflection, അതിൻ്റെ പ്ലെയിൻ സൈഡ് ഒരു തിൻ പ്ലെയിൻ കോൺവെക്സ് ലെൻസിൻ്റെ പ്ലെയിൻ സൈഡ് നമ്മൾ സിൽവർ ചെയ്തു. ഇത് സിൽവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ഉണ്ട്, ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ FM is equal to F divided by 2 എന്ന് പഠിക്കുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്കറിയാം FMൻ്റെ വാല്യൂ 0.2 മീറ്റർ ഈസ് ഗിവൺ. മിററിൻ്റെ ഫോമാറ്റിൽ മാറുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 0.2 മീറ്റർ എന്ന് പറയുന്നുണ്ട്. Plane of the side is silver coated for the complete reflection. The lens is immersed in the liquid, behave like a concave mirror of focal length 0.1. അപ്പോൾ F divided by 2 ആണെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ചോദ്യം. R ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആദ്യം ഇവിടെ കൊണ്ടുപോയി വാല്യൂ എടുക്കുകയാണെങ്കിൽ FM is equal to R divided by 2 into refractive index of glass in liquid -1. 0.2 ആണ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്. റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 into ഗ്ലാസ് 1.5 ആണ്, ലിക്വിഡ് 1.2 -1 വരും. 0.2 into 0.2 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.4 വരും. ദാറ്റ്സ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ 15/12 -1 ചെയ്താൽ 3/12 വരും. സോ R is equal to 0.4 into 3/12 കട്ട് ചെയ്താൽ ഇവിടെ 4 വരും. 0.4 ഡിവൈഡ് ബൈ 4 ചെയ്താൽ നമുക്ക് 0.1 മീറ്റർ എന്നുള്ള ആൻസർ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇവിടെ മക്കളെ സിൽവറിങ് ഓഫ് പ്ലെയിൻ സൈഡും ഉണ്ട്, അതേപോലെ തന്നെ സിൽവറിങ് ഓഫ് കേർവ്ഡ് സൈഡും ഉണ്ട്. സോ ഇവിടെ സിൽവറിങ് ഓഫ് പ്ലെയിൻ സൈഡ് ആയതുകൊണ്ട് മിററിൻ്റെ അത് ഫോം ആവുന്ന മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഡിവൈഡ് ബൈ 2 ആയിട്ട് മാറുമെന്നുള്ള റിസൾട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ റേപ്റ്റിക്സിൽ നിന്ന് പിന്നെയും ചോദ്യം വന്നിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. സോ താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.